Hi students, today we are going to discuss the third chapter of biology, simple nutrients into cells. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും കാണുന്നത് പോലെ രണ്ട് സ്റ്റുഡൻസ് തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The simple nutrients reach cells through blood. If so, does blood enter cells? അടുത്ത ആൾ പറയാണ് does it? We know that we all of know that the doubts like these are occur in our daily life. So do simple nutrients get absorbed into the blood and lymph in the small intestine? Let's modify the doubt. How do simple nutrients reaches the cell through blood and lymph? ഇപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് പിന്നെ ബ്ലഡിലോട്ടും ലിംഫിലോട്ടൊക്കെ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ബ്ലഡിൽ നിന്നും ലിംഫിലൂടെയൊക്കെ സെല്ലിലോട്ട് എങ്ങനെയാണ് ന്യൂട്രിയൻസ് എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബ്ലഡ് സ്യൂട്ടബിൾ ടു ക്യാരി സബ്സ്റ്റൻസസ്? അങ്ങനെ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ ക്യാരി ചെയ്യാൻ ബ്ലഡിൻ്റെ ഘടന എത്രമാത്രം സ്യൂട്ടബിൾ ആണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കമ്പോണൻസ് ഓഫ് ബ്ലഡ്. To know this, we must understand the components of blood. What are the components of blood? We know that blood contains plasma and blood cells. The 55% of plasma and 45% blood cells. So, they cannot be distinguished in a single glance. പക്ഷെ നമുക്കിത് വേർതിരിച്ചറിയാൻ ഒറ്റ ട്രിപ്പിൽ നമുക്ക് പറ്റത്തില്ല. സോ ഇഫ് വി ആഡ് കെമിക്കൽസ് ലൈക്ക് EDTA, ദാറ്റ് ഈസ് എത്തിലിൻ ഡയമൈൻ ടെട്രാഅസറ്റിക് ആസിഡ്, വിച്ച് ഈസ് ആൻ ആൻറ്റി കൊയാഗുലൻ്റ് ഓഫ് ബ്ലഡ്. അതായത് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ബ്ലഡിൻ്റെ. ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ബ്ലഡ് and wait for some time. We can add a drop of EDTA to the blood within a test tube and wait for some time. We can observe the blood cells and in a liquid part of the blood. അപ്പോൾ നമുക്ക് EDTA ആഡ് ചെയ്ത് ട്യൂബ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്ലഡിലെ കമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതായത് 55% പ്ലാസ്മയും 45% എന്താണ്? ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 45% of blood. Even though blood cells perform various functions, plasma plays a major role in the transport of simple nutrients. അപ്പോൾ പ്ലാസ്മയാണ് പ്രധാനമായിട്ടും സിമ്പിൾ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പോൾ പ്ലാസ്മ നോക്കൂ, എന്തൊക്കെയാണ്? പ്ലാസ്മ ഈസ് ദ പെയിൽ യെല്ലോ കളേർഡ് ഫ്ലൂയിഡ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അബൌട്ട് 55% ഓഫ് ബ്ലഡ്. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൽ യെല്ലോ കളേർഡ് ഫ്ലൂയിഡ് ആണ്. അതിൽ 55% എന്താണ്? ബ്ലഡ് ആണ്. ദ ബ്ലഡ് സെൽസ് ആർ ആൾസോ ഫൗണ്ട് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ബ്ലഡ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ദ സിംപ്ലർ മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ, നെയിംലി ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ എക്സെട്ര റീച്ചസ് ടു ദ സെൽസ് ത്രൂ ദ പ്ലാസ്മ. അപ്പോൾ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ എക്സെട്ര reaches the cells through plasma. Then next we move on to what are the components of plasma. Plasma mainly contain the first components water, up to 90 to 92% is water. Second one proteins up to 7 to 8%. Then other factors like fat, salt, urea, sugar, hormone, etc. Then plasma contain mainly three factors or three components. Water up to 90 to 92%, then proteins up to 7 to 8%, then other factors is the remaining portion. Then the factors include fat, salts, urea, sugar, hormones, etc. Next we can see that what are the important proteins present in plasma. Mainly three types of proteins are present in plasma. First one albumin, second one globulin, third one fibrinogen. What is the function of albumin? Regulates blood pressure. What is the function of albumin? Regulates blood pressure. What is the function of globulin? Helps in defense mechanism. Then what is the function of fibrinogen? Plays a major role in the coagulation of blood. Which protein is help for coagulation of blood? Fibrinogen is the plasma protein, help for coagulation of blood. എക്സാമിന് ചോദിക്കാറുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സോ വി നോ ദാറ്റ് ദ ബ്ലഡ് സർക്കുലേറ്റ്സ് ഓൾ ഓവർ ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ്. അപ്പോൾ ബ്ലഡ് വെസൽസ് വഴി ബ്ലഡ് എല്ലാ ഭാഗത്തോട്ടും എത്തിച്ചേരുന്നുണ്ട്. ബട്ട് ആർ ബ്ലഡ് വെസൽസ് അലോൺ സഫിഷ്യൻറ്റ് ഫോർ ദിസ്? അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് മാത്രം മതിയോ? അല്ല.
അതായത് വൺ ഓഫ് ദ മേജർ പമ്പ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അവർ ബോഡി ദാറ്റ് ഈസ് നോൺ ആസ് ഹാർട്ട്. ഹാർട്ട് ദാറ്റ്സ് എ ഹ്യൂമൻ ഹാർട്ട് വർക്ക്സ് relentlessly like a pump. അപ്പോൾ ഒരു റെസ്റ്റ് ഇല്ലാതെ ഒരു പമ്പ് പോലെ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ഹാർട്ട്. ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ് കണ്ടിന്യൂസ്ലി ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ എല്ലാ ഡയറക്ഷൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ദ ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് in between the two lungs behind the sternum in the thoracic cavity. Where is the heart is situated? The heart is situated slightly tilted towards the left in between the two lungs behind the sternum in the thoracic cavity. Then what is the size of human heart? The size of the human heart is equal to the size of one's fist. ഒരാളുടെ മുഷ്ടി അല്ലെങ്കിൽ ഫിസ്റ്റിൻ്റെ അത്ര വലിപ്പമായിരിക്കും ഒരാളുടെ ഹാർട്ടിൻ്റെ സൈസ്. വാട്ട് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ഹാർട്ട്? പെരികാർഡിയം ഈസ് എ ഡബിൾ ലെയർഡ് മെമ്പറൈൻ that covers the heart. Then pericardial fluid is filled in between the pericardial membrane. What is the function of pericardial fluid? Pericardial fluid helps to reduce friction between the membranes when the heart beats. Pericardial fluid ന്റെ function എന്താണ്? Reduce the friction between the membranes when the heart beats. That is the പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ ഹാർട്ട്. എ ലോട്ട് ഓഫ് വെയിൻസ് ആർ ദർ, 4 chambers are there. What is the chambers of heart? Mainly 4 chambers are there for our heart. What are the 4 chambers of ഹാർട്ട്? ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഹാർട്ടിൻ്റെ 4 ചേംബറായിട്ട് വരുന്നത്? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിള്, left ventricle. The next point is that the vessels that carry blood from the heart, aorta and pulmonary artery. Aorta and pulmonary artery, the vessels that carry blood from the heart. The next question, vessels that bring blood to heart, vena cava and pulmonary vein. Vena cava and pulmonary vein are the vessels that bring blood to heart. Then have you understood that along with the heart, the blood vessels also have a role in circulating blood to different parts of the body. അപ്പോൾ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. എങ്ങനെയാണ് ബ്ലഡ് വെസൽസിൻ്റെ സ്ട്രക്ചർ വരുന്നത്? ലാർജ് ആർട്ടറീസ് അറൈസിങ് ഫ്രം ദ ഹാർട്ട് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ആർട്ടറീസ് ആൻഡ് ദീസ് ഇൻ ടേൺ സ്പ്ലിറ്റ് ഇൻ ടു കാപ്പിലറീസ്. അപ്പോൾ ലാർജ് ആർട്ടറീസ് എന്ത് ചെയ്യുന്നു? ഹാർട്ടിൽ നിന്ന് അറൈസ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ആർട്ടറീസ് ആൻഡ് ദീസ് ഇൻ ടേൺ സ്പ്ലിറ്റ് ഇൻ ടു capillaries. Then further these capillaries unite to form small veins and these small veins unite to form larger veins and finally reaches to the heart. Then what is the structure of a blood vessels? Blood vessels contain arteries, veins and capillaries. The large arteries arising from the heart split into small arteries and these in turn split into capillaries. Further, these capillaries united to form small veins and these small veins united to form larger veins and finally reaches to heart. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്. ഏതൊക്കെയാണ് ബ്ലഡ് വെസൽസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബ്ലഡ് വെസൽസ് ആണ് വെയിൻ. വെയിൻ ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്. ബ്ലഡ് ഹാർട്ടിലോട്ട് എത്തിക്കുന്നത് ആരാണ്? വെയിൻ വഴിയാണ്. തിൻ വാൾസ് ആയിരിക്കും. ദ വാൾസ് ആർ സീൻ ഇൻസൈഡ് ആൻഡ് ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ഇപ്പോൾ വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ടാണ്. തിൻ വാളാണ്. വാൾസ് ആർ സീൻ ഇൻസൈഡ്, ഇൻസൈഡിൽ വാൾവ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ദെൻ സെക്കൻഡ് ബ്ലഡ് വെസലാണ് ആർട്ടറി. ആർട്ടറി ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള ഭാഗങ്ങളിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന ആരാണ്? ആർട്ടറീസ് ആണ്. ആർട്ടറീസ് ടു ബി തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്. തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് വാൾസ് ഉണ്ടായിരിക്കും ആർട്ടറിക്ക്. ദെൻ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. അപ്പോൾ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് കണ്ടെയ്ൻ തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ് ടുഗദർ. അപ്പോൾ വെയിൻസിനെ ആർട്ടറിനെയും കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് കാപ്പിലറീസ്. ദ വാൾ ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്.
ആർട്ടറീസിൻ്റെ വാൾ ഉണ്ടാക്കിയുള്ളത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. ദെൻ മൈന്യൂട്ട് പോർസ് ആർ പ്രസൻറ്റ് ഓൺ ദ വാൾസ് ഓഫ് capillaries, and when compared to artery, capillaries walls are absent in walls are absent in capillaries. Then blood flows with low speed and low pressure. Low pressure ലും low സ്പീഡിലാണ് ബ്ലഡ് ക്യാപ്പിലറീസിലൂടെ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ടേബിൾ 3.1 എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ പെക്യുലിയാരിറ്റി ഓഫ് ദ വാൾസ്, പെക്യുലിയാരിറ്റി ഓഫ് ദ ബ്ലഡ് ഫ്ലോ, ഡയറക്ഷൻ ഓഫ് ദ ബ്ലഡ് ഫ്ലോ, ഇതൊക്കെ നമുക്ക് എന്ത് കിട്ടും? പ്രീവിയസ് സ്ലൈഡിൽ നിന്ന് നിങ്ങളത് നോക്കി പഠിക്കുക, കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആർട്ടറി, വെയിന്, ക്യാപ്പിലറി, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ദെൻ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് വർക്കിംഗ് ഓഫ് ദ ഹാർട്ട്. ദ ഹാർട്ട് ബീറ്റ്സ് കണ്ടിന്യൂസ്ലി വിത്ത് റിതം. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ഒരു റിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആസ് എ റിതം. ദെൻ ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് and regulation of the rate of heartbeat are controlled by sinoatrial node. അപ്പോൾ ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സൈനോഏട്രിയൽ നോഡാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ഏട്രിയൽ വാൾ. അപ്പോൾ റൈറ്റ് ഏട്രിയൽ വാളിലാണ് സൈനോഏട്രിയൽ നോഡ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ആസ് ഇറ്റ്സ് ഫങ്ഷൻസ് ലൈക്ക് ആൻ ഇലക്ട്രിക് സെൽ. ഇലക്ട്രിക് സെല്ല് പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ദിസ് ഈസ് നോൺ ആസ് പേസ് മേക്കർ. പേസ് മേക്കർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹാർട്ട്. അപ്പോൾ ഇത് കുറേ സംഭവങ്ങൾ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ പോർഷനാണ് ഏത്? ലെഫ്റ്റ് ഏട്രിയം. ദെൻ രണ്ടാമത്തെ പോർഷനാണ് ഏത്? വാൽവാണ്, ട്രൈ കസ്പിഡ് വാൽവ്. മൂന്നാമത്തെ വാൽവാണ് ബൈ കസ്പിഡ് വാൽവ്. അതുപോലെ തന്നെ നാലാമത്തെ പോർഷനാണ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ നാലാമത്തെ പോർഷനാണ്. പിന്നെ അഞ്ചാമത്തെ പോർഷനാണ് ഇത് പൾമണറി ആർട്ടറി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണൊരു ഹൃദയത്തിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഹാർട്ടിൻ്റെ സ്ട്രക്ചറായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് വർക്കിംഗ് ഓഫ് ഹാർട്ട് എന്താണ് എന്നുള്ളത്. സോ ദ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി reaches to the right atrium. Then the oxygen rich blood from the lungs reaches to the left atrium through the pulmonary vein. Then the subsequently atria will contract. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഓക്സിജൻ റിച്ച് ബ്ലഡ് ലങ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നു. ഏത് വഴി? പൾമണറി വെയിൻ വഴി. എന്നിട്ട് എന്തുണ്ടാവുന്നു? സബ്സിക്വൻ്റ്ലി ഏട്രിയ വിൽ കൺട്രാക്ട്. അപ്പോൾ ഏട്രിയ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ദെൻ ദ ബ്ലഡ് റീച്ചസ് ടു ദ വെൻട്രിക്കിൾ. ബ്ലഡ് എന്ത് ചെയ്യും? വെൻട്രിക്കിളിലോട്ട് എത്തും. എന്നിട്ട് എന്തുണ്ടാവുക? ദ വെൻട്രിക്കിൾസ് വിൽ കൺട്രാക്ട്. വെൻട്രിക്കിൾസ് വിൽ ഡയലേറ്റ് അല്ലേ? വെൻട്രിക്കിൾസ് ഡയലേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു? ദർ ആഫ്റ്റർ ദ വെൻട്രിക്കിൾസ് കൺട്രാക്ട്സ് കംപ്ലീറ്റ്ലി. അപ്പോൾ വെൻട്രിക്കിൾസ് ഫുള്ളായിട്ട് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താണ്ടാവുക? കസ്പിഡ് വാൽവ്സ് ആർ ക്ലോസ്. അതായത് ഡസ് ദ ബ്ലഡ് ഫ്ലോ ബാക്ക് ടു ദ ആർട്ടറി എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല. എന്താണ്ടാവുക? ദർ ആഫ്റ്റർ വെൻട്രിക്കിൾ കൺട്രാക്ട്സ് കംപ്ലീറ്റ്ലി, കസ്പിഡ് വാൽവ് ക്ലോസ്. അപ്പോൾ കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യും. എന്നിട്ട് എന്താണ്ടാവുക? ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്യുവർ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ അയോട്ട ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്യുവർ ബ്ലഡ് അയോട്ട വഴി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് എത്തും. എന്നിട്ട് എന്തുണ്ടാവുക? ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ഇംപ്യുവർ ബ്ലഡ് എൻറ്റേഴ്സ് ടു ദ പൾമണറി ആർട്ടറി. ഇംപ്യുവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നു. ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ലങ്സ് ആൻഡ് പ്യൂരിഫൈഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലങ്സിലോട്ട് എത്തിയിട്ട് പ്യൂരിഫൈ ചെയ്യുന്നു. ദെൻ ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ ഡയലേറ്റ് സൈമൾട്ടേനിയസ്ലി. ദ പ്രോസസ് റിപ്പീറ്റ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു ഹാർട്ടിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ when blood flows from one heart to different parts of the body and vice versa, it passes twice through the chambers of the heart. അപ്പോൾ ബ്ലഡ് ഹാർട്ടിൽ നിന്ന് മറ്റുള്ള ബോഡി പാർട്സിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് അങ്ങോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? 2 വട്ടം
ഹാർട്ട് ചേമ്പറിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹെൻസ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ മാൻ ഈസ് സെഡ് ടു ബി ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ ഡബിൾ സർക്കുലേഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ടായിരിക്കും, പൾമണറി സർക്കുലേഷൻ ഉണ്ടായിരിക്കും. എന്താണ് സിസ്റ്റമിക് സർക്കുലേഷൻ? സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ് ഇൻ റൈറ്റ് ഏട്രിയം. ഇപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഏട്രിയത്തിൽ എൻഡ് ചെയ്യുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അടുത്തത് സർക്കുലേഷൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ് ഇൻ ദ ലെഫ്റ്റ് ഏട്രിയം ഈസ് കോൾഡ് പൾമണറി സർക്കുലേഷൻ. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് എന്ന് പറയുന്നു പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് പറയുന്നത്. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് ആർട്ടറി വഴി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലെത്തുകയും വെയിന് വഴി റൈറ്റ് ഏട്രിയത്തിലെത്തുന്നതിന് എന്ത് പറയുന്നു? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി പൾമണറി ആർട്ടറീസ് വഴി ലങ്സ് വഴി പൾമണറി വെയിന് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നതിന് എന്ത് പറയുന്നു? പൾമണറി സർക്കുലേഷൻ എന്നും പറയുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ന്യൂട്രിയൻസ് ടു ദ ഹാർട്ട്. ഹൗ ഡു ദ സിമ്പിൾ ന്യൂട്രിയൻസ് വിച്ച് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ചസ് ടു ദ ഹാർട്ട്? എങ്ങനെയാണ് ന്യൂട്രിയൻസ് ഹാർട്ടിലോട്ട് അല്ലെങ്കിൽ സിമ്പിൾ ന്യൂട്രിയൻസ് ഹാർട്ടിലോട്ട് എത്തുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പോർട്ടൽ സർക്കുലേഷൻ ആണ്. എന്താണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെയിൻസ് ആർ ദ വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം വാരിയസ് ഓർഗൻ ടു ദ ഹാർട്ട്. അപ്പോൾ വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം വാരിയസ് ഓർഗൻ ടു ദ ഹാർട്ട്. ബട്ട് certain veins do not reach the heart. ചില വെയിൻസ് എന്ത് ചെയ്യുന്നില്ല? ഹാർട്ടിലോട്ട് എത്തുന്നില്ല. ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. ദീസ് ആർ കോൾഡ് പോർട്ടൽ വെയിൻസ്. അപ്പോൾ ബ്ലഡ് ഓർഗൻ ടു ഓർഗൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ത് പറയുന്നു? പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നു. ദേ ബിഗിൻ ഫ്രം വൺ ഓർഗൻ ആസ് കാപ്പിലറീസ് ആൻഡ് എൻഡ് ഇൻ അനദർ ഓർഗൻ ആസ് കാപ്പിലറീസ്. അപ്പോൾ ഒരു കാപ്പിലറീസും തുടങ്ങിയിട്ട് അടുത്ത ഓർഗൻ്റെ കാപ്പിലറീസിൽ അവസാനിക്കുന്നു. ഫോർ എക്സാമ്പിൾ ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ് അടുത്തായിട്ട് പറയുന്നത്. ദാറ്റ് ബിഗിൻസ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് എൻഡ്സ് അപ്പ് ഇൻ ലിവർ. ദ പോർട്ടൽ സിസ്റ്റം ഈസ് ദ സിസ്റ്റം ഓഫ് സർക്കുലേഷൻ ഈസ് വിച്ച് പോർട്ടൽ വെയിൻസ് ആർ ഇൻക്ലൂഡ്. അപ്പോൾ പോർട്ടൽ വെയിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിന് എന്ത് പറയുന്നു? പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് വൈ ഡു ന്യൂട്രിയൻസ് റീച്ചസ് ടു ദ ലിവർ? എന്തിനാണ് ലിവറിൽ ന്യൂട്രിയൻസ് എത്തുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കുക, ലിവർ ഈസ് ദ സെൻറ്റർ ഓഫ് മെറ്റബോളിസം. ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ ഫോംഡ് ബൈ ഡൈജഷൻ ആൻഡ് അണ്ടർഗോ മെനി ചേഞ്ചസ് ഇൻ ദ ലിവർ. ഇപ്പോൾ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മെറ്റബോളിസം ആണ്. ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ ഫോംഡ് ബൈ ഡൈജഷൻ അണ്ടർഗോ മെനി ചേഞ്ചസ് ഇൻ ദ ലിവർ. ലിവറിൽ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ നടക്കും. എന്തൊക്കെയാണ് ലിവറിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങൾ? സ്റ്റോറിങ് ഓഫ് ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കോജൻ ആൻഡ് റിലീസിങ് ഓഫ് എനർജി ഫ്രം ഫാറ്റി ആസിഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കൊളസ്ട്രോൾ എക്സെട്ര. എന്തൊക്കെയാണ്? സ്റ്റോറിങ് ഓഫ് ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കോജൻ, റിലീസിങ് ഓഫ് എനർജി ഫ്രം ഫാറ്റി ആസിഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കൊളസ്ട്രോൾ എക്സെട്ര. Besides these, specific defense cells in the liver destroy the pathogens that enter the blood from the digestive tract. അപ്പോൾ ഇതൊന്നും കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് ഡിഫൻസ് സെൽസ് ഇൻ ദ ലിവർ. ലിവറിലുള്ള പ്രത്യേക തരത്തിലുള്ള ഡിഫൻസ് സെൽസ് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ദ പാത്തോജൻസ് ദാറ്റ് എൻ്റർ ദ ബ്ലഡ് ഫ്രം ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ആൻസർ? വൈ ഡു ന്യൂട്രിയൻസ് റീച്ചസ് ടു ദ ലിവർ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ. വൺ സിസ്റ്റോൾ ആൻഡ് ദ സബ്സിക്വൻറ്റ് ഡയാസ്റ്റോൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്. ഇപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റോളും ഒരു ഡയാസ്റ്റോളും പാടെ കൂടിയതാണ്. അതായത് വൺ സിസ്റ്റോൾ ആൻഡ് ദ സബ്സിക്വൻറ്റ് ഡയാസ്റ്റോൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്. ഇറ്റ് ടേക്സ് അബൌട്ട് 0.8 സെക്കൻഡ്സ്. അപ്പോൾ ഇത് എത്ര സമയം എടുക്കുന്നുണ്ട്? 0.8 സെക്കൻഡ്സ് സമയം എടുക്കുന്നുണ്ട്. സോ ദ കൺട്രാക്ഷൻ ഓഫ് ദ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ. അപ്പോൾ സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രാക്ഷൻ ഓഫ് ദ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ടാണ്. അപ്പോൾ എന്താ ഈ സമയത്ത് നടക്കുക? blood flows from the atria to the ventricles and from the ventricles to the outside. അപ്പോൾ സിസ്റ്റോളിൻ്റെ സമയത്ത് എന്തുണ്ടാവുന്നു? ബ്ലഡ് ഫ്ലോസ് ഫ്രം ദ ഏട്രിയ ടു ദ വെൻട്രിക്കിൾ ആൻഡ് ഫ്രം ദ വെൻട്രിക്കിൾസ് ടു ഔട്ട്സൈഡ്. Then subsequently along with the atria the ventricles are also relaxed.
അപ്പോൾ ഏട്രിയത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നുണ്ട്. ദിസ് സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഈസ് ടേംഡ് ആസ് ഡയാസ്റ്റോൾ. അങ്ങനെ റിലാക്സേഷൻ്റെ ഈ സ്റ്റേജിന് നമ്മൾ എന്ത് പറയുന്നു, ഡയാസ്റ്റോൾ എന്ന് പറയുന്നു. സോ ഇൻ ദിസ് ഫേസ് ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ഗെറ്റ് ഫിൽഡ് വിത്ത് blood. So the heart beats at an average rate of 72 times per minute. ഇപ്പോൾ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 72 times per minute ആണ്. Then the wave like movement formed due to the contraction and relaxation of heart is felt throughout the walls of the arteries is called pulse. What is known as pulse? The wave like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the arteries. This is called pulse. Then the rate of pulse is equivalent to the heartbeat. അപ്പോൾ ഒരു പൾസിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലൻറ്റ് ടു ദ ഹാർട്ട് ബീറ്റ്. ഈ ഹാർട്ട് ബീറ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൾസിൻ്റെ റേറ്റ് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടാണ്. About 70 ml of blood is pumped into the arteries every time the heart contracts. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് BP ആണ്. അതായത് 70 ml ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടറിയിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തും ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദിസ് എക്സസ് ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ആർട്ടറീസ് ഈസ് കോൾഡ് സിസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ഒരു ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റോളിക് പ്രഷറും ഒരു ഡയാസ്റ്റോളിക് പ്രഷറും പാടെ കൂടിയതാണ്. സോ വാട്ട് ഈസ് നോൺ ആസ് സിസ്റ്റോളിക് പ്രഷർ? 70 ml of blood is pumped into the arteries every time the heart contracts. At that time, the pressure exerted by this excess blood on the walls of the arteries is known as systolic pressure. This is 120 mmHg. Then, when the heart dilates fully, അതായത് ഹാർട്ട് എന്ത് ചെയ്യാണ്, ഫുള്ളി ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് എൻറ്റേഴ്സ് ദ ഹാർട്ട്. എ ലോ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് ഡ്യൂറിങ് ദിസ് ടൈം ഈസ് നോൺ ആസ് ഡയാസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ഹാർട്ട് ഡയലേറ്റ് ചെയ്യണം, ഫുള്ളി ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് എൻറ്റേഴ്സ് ദ ഹാർട്ട്. എ ലോ പ്രഷർ is occur in the arteries during this time is known as diastolic pressure. Diastolic pressure എത്രയാണ്, 80 mmHg ആണ്. The blood pressure of an individual is started in terms of these two pressure. ഇപ്പോൾ രണ്ട് പ്രഷർ വെച്ചിട്ടാണ് ഒരാളുടെ പ്രഷർ നമ്മൾ കണക്കാക്കാൻ വേണ്ടി. അപ്പോൾ പ്രഷർ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്ഫിഗ്മോ മാനോമീറ്റർ. ഡിജിറ്റൽ BP അപ്പാരറ്റസ് നമുക്കിന്ന് അവൈലബിൾ ആണ് ലാബിൽ. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വാരിയേഷൻ ഇൻ ബ്ലഡ് പ്രഷർ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ബ്ലഡ് പ്രഷറിൽ ചില സമയത്ത് ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. We know that the desired rate of blood pressure is 120/80 mmHg. So the condition in which the blood pressure increases above the normal rate is a disease condition called hypertension. അപ്പോൾ ബ്ലഡ് പ്രഷർ നോർമൽ റേറ്റിനെക്കാട്ടിയും കൂടുന്ന അവസ്ഥ എന്ന് പറയുന്നു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അൺഹെൽത്തി ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? എക്സസ് യൂസ് ഓഫ് സാൾട്ട് ആൻഡ് ഫാറ്റ്, അതായത് നന്നായിട്ട് ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഫാറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സ്മോക്കിങ്, ലാക്ക് ഓഫ് എക്സസൈസ് എക്സെട്ര, അതൊക്കെ റീസണായിട്ട് പറയുന്നുണ്ട്. ഓഫൻ ലീഡ് ടു ഹൈ ബ്ലഡ് പ്രഷർ. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ റേറ്റ് ഗോസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഈസ് കോൾഡ് ഹൈപ്പോടെൻഷൻ. ഇപ്പോൾ ബ്ലഡ് പ്രഷർ നമ്മൾ പറഞ്ഞ റേറ്റിനെക്കാട്ടിയും കുറയുകയാണെങ്കിൽ എന്ത് പറയുന്നു, ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നു. ഇഫ് യു നോട്ട് റെഗുലേറ്റഡ്, ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ മേ ലീഡ് ടു സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖത്തിന് കാരണമാകുന്നു. അപ്പോൾ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് എത്രയാണ്, 120/80 mmHg ആണ്. ഇപ്പോൾ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റേറ്റിനെക്കാട്ടും പ്രഷർ കൂടുക. അതെന്തൊക്കെയാണ് റീസൺസ്? അൺഹെൽത്തി ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? എക്സസ് യൂസ് ഓഫ് സാൾട്ട് ആൻഡ് ഫാറ്റ്, ദെൻ സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ് എക്സെട്ര. ദെൻ ബിലോ പ്രഷറിന് എന്ത് പറയുന്നു, ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നു അല്ലേ. ബ്ലഡ് പ്രഷർ താഴുന്നതിന് എന്ത് പറയുന്നു, ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നു, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.